രണ്ടാം പിണറായി സർക്കാരിന്റെ പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ ബി ഗണേഷ് കുമാറും സത്യപ്രതിജ്ഞ ചെയ്തു. രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ, മ്യൂസിയം, ആർക്കിയോളജി വകുപ്പുകളും കെ ബി ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പും ലഭിച്ചു. അതേസമയം വി എൻ വാസവന് സഹകരണത്തിനോടൊപ്പം തുറമുഖ വകുപ്പും നൽകി. അതേസമയം രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഒരേ വേദിയിലായിരുന്നിട്ടുകൂടി മുഖത്തോട് മുഖം നോക്കാതെയാണ് മുഖ്യമന്ത്രിയും ഗവർണറും പിരിഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി വിനോദ് ചേർന്നുണ്ട്. വിനോദ, പുതിയ മന്ത്രിമാർക്കുള്ള വകുപ്പുകളിലും തീരുമാനമായിരിക്കുകയാണ്, ഇങ്ങനെ നോക്കിക്കാണും. തീർച്ചയായും വിഷ്ണു, പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം വന്നിരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ടത് തുറമുഖ വകുപ്പ് CPM ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഇതുവരെ 2.5 വർഷക്കാലത്തും ഘടകകക്ഷികൾക്കാണ് ഈ വകുപ്പ് നൽകിയിരുന്നത്. തുറമുഖ വകുപ്പ് അഹമ്മദ് തേവർകോവിലാണ് വഹിച്ചിരുന്നത് ഈ 2.5 വർഷക്കാലം. പിന്നീട് പുതിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വരുമ്പോൾ ആ പ്രധാനപ്പെട്ട വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ്. സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ആ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരുമ്പോൾ രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് രജിസ്ട്രേഷൻ വകുപ്പ്, അത് വി എൻ വാസവൻ വഹിച്ചിരുന്ന വകുപ്പാണ്. അങ്ങനെ ആ രജിസ്ട്രേഷൻ വകുപ്പ് രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് കൊടുക്കുന്നു. അതുകൂടാതെ നേരത്തെ ഈ വകുപ്പിനൊപ്പം ഉണ്ടായിരുന്ന മ്യൂസിയം, അതുപോലെ തന്നെ പുരാവസ്തു വകുപ്പുകൾ എന്നിവ ചേർത്താണ് രജിസ്ട്രേഷൻ, പുരാവസ്തു വകുപ്പ്, മ്യൂസിയം വകുപ്പുകളാണ് പുതിയ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് ലഭിക്കുക. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, തുറമുഖ വകുപ്പ് നേരത്തെ ഒന്നാം പിണറായി സർക്കാരിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളി തന്നെയാണ് വഹിച്ചിരുന്നത്. പക്ഷേ അക്കാലത്താണ് വിഴിഞ്ഞം തുറമുഖവുമായി കരാറിൽ ഏർപ്പെടുത്താൻ വേണ്ടി അദാനി ഗ്രൂപ്പ് കേരളത്തിലേക്ക് വരുന്നത്. അവിടെ നടന്ന പ്രാഥമിക ചർച്ചയിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും അദാനി ഗ്രൂപ്പുമായി ചില സ്വരച്ചേർച്ചകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടിൽ അദാനി ഗ്രൂപ്പ് 1ാം ഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു, 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അദാനി ഗ്രൂപ്പുമായി നല്ല ബന്ധമില്ലാത്ത ഒരു മന്ത്രിയെ ആ വകുപ്പിലേക്ക് വെക്കുന്നത് കേരളത്തിൽ പ്രത്യേകിച്ചും തിരിച്ചടിക്ക് കാരണമാകുമെന്ന് മനസ്സിലാക്കിയാവാം ആ വകുപ്പ് CPM ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഗണേഷ് കുമാറിന് ലഭിക്കുന്നത് റോഡ്, ജലഗതാഗത വകുപ്പുകളാണ് ഗണേഷ് കുമാർ ലഭിക്കുന്നത്. അദ്ദേഹം സിനിമാ വകുപ്പ് കൂടി ആവശ്യപ്പെട്ടിരുന്നു. ക്ഷമിക്കണം, പക്ഷേ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സിനിമാ വകുപ്പ് സാംസ്കാരിക വകുപ്പിനൊപ്പം തന്നെ നിലനിർത്തിയാൽ മതി എന്ന് തീരുമാനിക്കുകയായിരുന്നു. കാരണം CPM നോക്കുന്ന വകുപ്പാണിത്. മന്ത്രി സജി ചെറിയാനാണ്, സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് നിലവിൽ സിനിമാ വകുപ്പിൻ്റെ മന്ത്രിയും. അതുകൊണ്ട് CPMൻ്റെ കയ്യിലുള്ള വകുപ്പുകളൊന്നും ഘടകകക്ഷികൾക്ക് നൽകേണ്ടതില്ല. പക്ഷേ ഘടകകക്ഷികളുടെ കൈകളിലുള്ള വകുപ്പ് CPM ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ വിഷ്ണു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് രാജ്ഭവനിൽ നടന്ന ചടങ്ങിലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള തുറന്ന പോര് അവിടെയും ദൃശ്യമായി. ഇരുവരും മുഖത്തോട് മുഖം നോക്കുകയോ സൗഹൃദം പങ്കുവെക്കുകയോ ചെയ്തില്ല. ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ഗവർണർ ആദ്യമേ വേദി വിട്ടിറങ്ങി. അതിനു പിന്നാലെ മുഖ്യമന്ത്രിയും അവിടെ ഉണ്ടായിരുന്ന ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാതെ മടങ്ങുകയാണ് ചെയ്തത്. ഇത് കണ്ടറിഞ്ഞ് CPM മന്ത്രിമാരും പിന്നാലെ മുഖ്യമന്ത്രിക്കൊപ്പം രാജ്ഭവൻ വിട്ടുപോകുന്ന കാഴ്ച കണ്ടു. പുതിയ മന്ത്രിമാരും മറ്റു മന്ത്രിമാരുടെ ബഹിഷ്കരണം അറിയാതെ പോയ മന്ത്രി NCPയിലെ മന്ത്രി AK ശശീന്ദ്രനും മാത്രമാണ് ഗവർണർക്കൊപ്പം ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. ഇതാണ് ഇന്ന് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വാർത്തകൾ.